രേണു സുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ കിച്ചു സുധിക്കെതിരെയും സംസാരിച്ചുകൊണ്ട് അവർക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുത്ത ബിഷപ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മൊത്തം ഈ ഒരു കിച്ചുവിനെതിരെ ഒരു വാർണിംഗ് പോലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നീ അത്ര നല്ല വ്യക്തിയൊന്നുമല്ല, ഇനി കിച്ചുവിനെ ബുദ്ധിമുട്ടിക്കാൻ നീ നോക്കുകയാണെങ്കിൽ നിനക്കെതിരെയുള്ള നീ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു രേണു സുധി ഇട്ട വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, അതെല്ലാം ഞാൻ തുറന്നു പറയും, ആവശ്യമില്ലാതെ ഇതുപോലെ എനിക്കെതിരെ വീഡിയോ ചെയ്താൽ എന്ന് രേണുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം തുടക്കം അറിയാവുന്ന കുറേയധികം പേരുണ്ടായിരിക്കും, ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇത് കണക്കുണ്ടെങ്കിൽ രേണുവിന് ക്യാൻസർ ആണ് എന്നുള്ള രീതിയിൽ അറിഞ്ഞ സമയത്ത് കുറേയധികം പേര് മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കിച്ചുവിൻ്റെ അടുത്ത്, കിച്ചു എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നീ പോയി കാണണം, നിന്നെ 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു വ്യക്തിയാണ്, അപ്പോൾ പോയി കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കിച്ചു തന്നെ മറുപടി ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രേണു ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് കുറേയധികം പേര് വന്നു സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ പ്രതീക്ഷിച്ച ആൾ വന്നില്ല എന്നുള്ള രീതിയിൽ രേണുവിന് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കിച്ചുവിനെയാണ് എന്നുള്ള രീതിയിൽ എല്ലാവരും മനസ്സിലാക്കിയും കിച്ചുവിന് പിന്നെയും പോയി മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു, നീ പോയി കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കിച്ചു ഉണ്ടെങ്കിൽ അതൊരിക്കലും അതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അടുത്തൊരു ഇട്ട വീഡിയോയിൽ, രേണു ഇട്ട വീഡിയോയിൽ ഇത് കണക്ക് ഞാൻ 11 വയസ്സ് തൊട്ട് നോക്കി എൻ്റെ മോൻ എന്നെ ഒന്നും കണ്ടില്ല എന്നുള്ള രീതിയിൽ വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് കിച്ചുവിന് കുറേയധികം നെഗറ്റീവ് വന്നിട്ടുണ്ട്, നീ എന്താണ് പോയി കാണാത്തത്, ഇത്രയും നന്ദിയില്ലാത്ത ആളാണോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കിച്ചുവിനെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 2 ദിവസം കഴിഞ്ഞിട്ട് കിച്ചു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു പോയി കാണണം എന്നുള്ളത്. എന്തായാലും പോയി കാണുന്നു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം കുറേയധികം ഇൻസ്റ്റാഗ്രാമിലൊക്കെ റിയാക്ട് ചെയ്യുന്നവർ ആ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട്, എന്താണ് കിച്ചു കാണിക്കുന്നത്, നിനക്ക് പോയി കാണണമെങ്കിൽ പോയി കാണും, അല്ലാതെ നാട്ടുകാർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കാണുവാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ഇടേണ്ട കാര്യം എന്ത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് ആ ഒരു കിച്ചു എടുത്ത വീഡിയോ എടുത്ത് വെച്ച് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു വീഡിയോ ഞങ്ങൾക്ക് രേണു സുധി ഷെയർ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് കിച്ചു ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തുകൊണ്ട് രേണുവിനെ പോയി കാണുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം ആണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇത് കണക്ക് രേണു സുധി ഉണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യമേയൊക്കെ കുറേയധികം വിമർശനങ്ങൾ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ ഇട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്ക് ഈ ഒരു രേണുവിന് കുറേയധികം വിമർശനങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങി. അതിലിടുന്ന വീഡിയോസും ഫോട്ടോസും അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തൊരു കാര്യം കൂടിയാണ്. എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഇതൊക്കെ മക്കൾ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് എന്നുള്ളത്. പക്ഷേ രേണു വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു, ഇത് കണക്ക് എനിക്ക് ഈ ഒരു രോഗമാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ പൈസയ്ക്ക് വേണ്ടിയാണ് ഇത് തുടങ്ങിയെന്നുള്ളതൊക്കെ. എന്തായാലും അതിന് ശേഷം കിച്ചൂട്ട ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം, ഞാൻ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ സബ്സ്ക്രിപ്ഷൻ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയിട്ട് ഇട്ടതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം തോന്നിയിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എനിക്കിത് തീരെ താല്പര്യമായിട്ട് തോന്നുന്നില്ല, ഋതപ്പനെങ്കിലും ആലോചിച്ച് ഇതൊന്നും ചെയ്യാതിരിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ രേണുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരത് മെസ്സേജൊക്കെ കണ്ടിട്ട് ഞാൻ അതേ കണക്കൊന്നും മോശമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ള റിപ്ലൈ ആണ് തന്നിട്ടുണ്ടായിരുന്നത്. അത് നിർത്താനൊന്നും തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമാണ് സംഭവിച്ചു എന്നൊക്കെ അറിഞ്ഞിട്ട് പോലും പോയി കാണാൻ ഒരു മനസ്സില്ലാഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞിട്ട് കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു രേണു അത് ഭയങ്കരമായിട്ട് കണ്ട് വിഷമമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. രേണു ഇതിന് മറുപടിയായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കാണും എന്ന് തോന്നിയിട്ടില്ലായിരുന്നു, എൻ്റെ വീട്ടുകാരാണ് കിച്ചു ഇത് കണക്കൊരു വീഡിയോ ഇട്ടുമെന്ന് പറഞ്ഞ് കൊണ്ട് കാണിച്ചത്. അത് കണ്ട സമയത്താണ് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം കിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞാൽ വളരെ കള്ളമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് ആദ്യമേ അവൻ്റെ അടുത്ത് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കണക്ക് ഇത് തുടങ്ങി എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ വാട്സപ്പ് ചാറ്റും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തുടങ്ങിയ സമയത്ത് ഇത്രയും ഞാനിത് തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ 500ഓളം മെമ്പേഴ്സൊക്കെ ആയിട്ടുണ്ട്, ഇത്രയും രൂപ വെച്ചാണ് ഞാൻ ചാർജ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കിച്ചു പറഞ്ഞൊരു കാര്യം, കൺഗ്രാറ്റ്സ്, ഗുഡ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് പൈസ വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് കിച്ചു. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ മാറ്റി പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ്റെ അടുത്ത് ഇത് കണക്ക് അന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് ഇത് ചെയ്യേണ്ട, എനിക്ക്
താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനിതൊരിക്കലും ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ അവനാണ് ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ ഇതേ കണക്ക് വന്ന് അവൻ സംസാരിക്കുന്നത്. വളരെ വിഷമമുണ്ട് എന്നുള്ളൊരു കാര്യം. ഇനി എന്നെ അമ്മയെന്ന് വിളിക്കുക അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ട ഈ ഒരു സമയത്ത് ഇത്രയും വലിയ ബുദ്ധിമുട്ടിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലും എന്നെ ഇതുപോലെ വിഷമിപ്പിക്കുക ചെയ്യുന്നതാണ് കിച്ചു ചെയ്യുന്നത്. എന്നെ ഇനി അമ്മ എന്നൊന്നും വിളിക്കേണ്ട, എനിക്ക് ഋതപ്പനുണ്ട്. അവൻ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. ഞാനുണ്ടെങ്കിൽ വയ്യാതെ കിടക്കുമ്പോൾ പോലും എൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാം ശരിയാവും അമ്മേ, എൻ്റെ പഴയ ഫോട്ടോസൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് ഇതേ കണക്ക് അമ്മ തിരിച്ചു വരണം എന്നൊക്കെ ഉള്ള രീതിയിൽ പറയും. അതെനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണുള്ളത്. ഞാൻ നിന്നെ എൻ്റെ ഋതപ്പിനേക്കാൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നീ ഇങ്ങനെ പെരുമാറുന്ന കാണുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. എനിക്ക് തീരെ വയ്യാത്ത ഒരു സമയം കൂടിയാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒട്ടും വയ്യ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലും എന്നെ ബുദ്ധിമുട്ടിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേണു ഒരു വീഡിയോയിൽ ഭയങ്കര തൻ്റെ വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കിച്ചുവിന് ഭയങ്കര നെഗറ്റീവ് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇതുപോലത്തുള്ള വീഡിയോസൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? അവർ ഒന്നാമത് എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇപ്പോൾ ഒരു ക്യാൻസറൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ തളർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ അവരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അത് കിച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഇനി ഇതേ കണക്ക് ചെയ്യുവാണെങ്കിൽ ഞങ്ങളൊക്കെ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. മറ്റു ചിലരാണെങ്കിൽ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തിട്ടും കിച്ചുവിൻ്റെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പോയിട്ട് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. ആരെന്ത് പറഞ്ഞാലും ഒരിക്കലും വിഷമിക്കേണ്ട, ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്, കിച്ചു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോയിൽ താഴെ വന്ന ആൾക്കാർ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫുൾ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റു ചിലർ ഇത് കണക്ക് രേണു ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ നല്ല വ്യക്തിയെന്നല്ല, നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊന്നും എന്നെക്കൊണ്ട് വിളിച്ച് പറയിപ്പിക്കരുത് എന്നുള്ള രീതിയിൽ രേണു ഒരു വീഡിയോയിൽ പറഞ്ഞതിന് ശേഷം കിച്ചു എന്താണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു കിച്ചുവിനൊക്കെ വീട് വെച്ച് നൽകാൻ സ്ഥലം കൊടുത്ത ബിഷപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് ഇപ്പം ഭയങ്കരമായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബിഷപ്പ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കിച്ചുവിനെതിരെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. രേണുവിന് തീരെ വയ്യ, അവരുണ്ടെങ്കിൽ മാനസികമായിട്ട് ശാരീരികമായിട്ടും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തിനാണ് കിച്ചു ഇതുപോലെ ഒരു വീഡിയോ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ കിച്ചു ഉണ്ടെങ്കിൽ രേണുവിനെ ഭയങ്കര മോശക്കാരിയാക്കിക്കൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കണ്ട സമയത്ത് എനിക്ക് കിച്ചുവിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ പറയുന്ന കിച്ചു വലിയ നല്ല വ്യക്തിയാണോ? അങ്ങനെ ആയിട്ടാണോ ഈ ഒരു രേണുവിനെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത്? പബ്ലിക്കായിട്ട് വന്നിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഫാമിലി ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് ഫോൺ വിളിച്ച് എല്ലാ കാര്യങ്ങളും തീർക്കാനുള്ളതിന് പകരം വീഡിയോ ഇട്ട് അവരെ പബ്ലിക്കിൽ നാറ്റിക്കുകയാണ്. അതും ഇങ്ങനെ ഒരു മോശമായിട്ട് ഇരിക്കുന്ന അവരെ അവസ്ഥയിൽ പോലും പരിഗണിക്കാതെയാണ് കിച്ചു ഇതേ കണക്ക് ചെയ്യുന്നത്. പിന്നെ കിച്ചു വലിയ നല്ല വ്യക്തിയൊന്നുമല്ല. കിച്ചുവിനെ പറ്റി പല കാര്യങ്ങളും എനിക്കറിയാം. അപ്പം ഇനി ഇതേ കണക്ക് രേണുവിനെതിരെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ഞാൻ തുറന്ന് പറയുന്നതായിരിക്കും. അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ തന്നെ കിച്ചുവിനെതിരെ സംസാരിക്കും എന്നുള്ള രീതിയിൽ ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതേ കണക്ക് രേണുവിനെതിരെ ഇനി വീഡിയോ ചെയ്തു പോകരുതെന്നാണ് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ കിച്ചുവിനെതിരെ പറഞ്ഞതിന് ശേഷം കുറേയധികം പേര് ബിഷപ്പിനെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെന്താണ് ആ ഒരു കുട്ടിയെപ്പറ്റി ഇങ്ങനെ പറയുന്നത്? ആ ഒരു കുട്ടി പറഞ്ഞതിൽ എന്താണ് തെറ്റിയത്? കണക്ക് രേണു ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് അതിനകത്ത് പല ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവന് ഇഷ്ടപ്പെട്ടില്ല. അത് ഏതൊരു മോനായാലും ചിലപ്പം ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അപ്പോൾ അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉടനെ തന്നെ അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കേണ്ട കാര്യം എന്താണ്? അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ ആവശ്യമില്ലാതെ ഈ ഒരു സമയത്ത് ഫെയിമിന് വേണ്ടി ഓരോന്ന് ചെയ്യരുത്. ഈ ഒരു പറയുന്ന നിങ്ങൾ തന്നെയല്ലേ കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടെങ്കിൽ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തും ഈ ഒരു രേണുവിനെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. രേണു നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, രേണു കാരണം ജീവിക്കാൻ പറ്റുന്നില്ല, സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല, ആ ഒരു സ്ഥലം കൊടുത്താൽ തന്നെ തെറ്റായിപ്പോയി, രേണു നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയാണ് പഴയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തിനാണ് ഇപ്പം കിച്ചുവിനെ എതിർത്തും രേണുവിനെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് കുറേയധികം പേര് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ആൾക്കാർ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ബിഷപ്പിനെതിരെ ഭയങ്കര നെഗറ്റീവ് കമൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു രേണുവിൻ്റെ അസുഖമൊക്കെ ആയതിനു ശേഷം അവർ വീട്ടിൽ പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ രേണു തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഈ ഒരു ബിഷപ്പുമായിട്ടൊക്കെ ഒരുമിച്ച് നിന്നുള്ള ഫോട്ടോസൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലായി ഇവർ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി ഒരുമിച്ചായി എന്നുള്ളത്. അപ്പം
ഇതിന് ശേഷമാണ് ബിഷപ്പ് ഇതേ കണക്ക് കിച്ചുവിനെതിരെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കിച്ചുവിനെതിരെ ബിഷപ്പ് മാത്രമല്ല രേണുവിൻ്റെ മറ്റ് ചില ഫ്രണ്ട്സും ശാരികയും പിന്നെ പോലെ ജാസിയൊക്കെ വീഡിയോയിൽ വന്ന് പറയുന്നുണ്ടായിരുന്നത് കണക്ക് കിച്ചു ചെയ്ത് ശരിയായില്ല, സ്വന്തം അമ്മയെപ്പോലെ കാണേണ്ട വ്യക്തിയെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് പറയുക എന്ന് പറഞ്ഞാൽ ഒട്ടും ശരിയായിട്ടില്ല, കിച്ചുവിനോടുള്ള ഒരു വില തന്നെ പോയി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവരൊക്കെ ഈ ഒരു കിച്ചുവിനെതിരെ ഇതേ കണക്ക് പറഞ്ഞെങ്കിൽ പോലും കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം പേര് അവർക്കെതിരെയൊക്കെ പോയി കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നീ ഉണ്ടെങ്കിൽ കിച്ചുവിനെ പറ്റി അങ്ങനെയൊന്നും പറയേണ്ട, അവൻ ചെയ്താലും ഒരു തെറ്റുമില്ല, ഞങ്ങളുണ്ടെങ്കിൽ അവന് ഫുൾ സപ്പോർട്ടുണ്ട്, അവന് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഇഷ്ടമല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിൽ ഇത്ര മാത്രം എന്താണ് സംസാരിക്കാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങളാരും അവനെതിരെ സംസാരിക്കേണ്ട എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇപ്പം കുറേയധികം പേര് ഈ ഒരു ബിഷപ്പിനെതിരെയൊക്കെ തിരിഞ്ഞതിന് ശേഷം ബിഷപ്പ് വേറൊരു യൂട്യൂബറായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ആ ഒരു യൂട്യൂബറൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇത് കണക്ക് കിച്ചു ചെയ്ത ഒരു കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ ഒരു ബിഷപ്പ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ലേ കിച്ചുവിൻ്റെ പേരിൽ കുറേയധികം കാര്യങ്ങൾ കേസുകളൊക്കെ ഈ ഒരു നമ്മുടെ ഈ ഒരു പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇതിൻ്റെ മെയിനായിട്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് ഇത് കണക്ക് കിച്ചുവിൻ്റെ ഫ്രണ്ട്സ് ഇപ്പം ആ ഒരു വീട്ടിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് ക്രിസ്മസിൻ്റെ അന്ന് അടിച്ചു പൊളിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് വരെ പോലീസ് പൊക്കിയതിന് ശേഷം പോലീസ് എന്നെയൊക്കെയാണ് ഇതിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ പേരൊക്കെ പോകുന്ന കണക്കാണ് ആ ഒരു പ്രശ്നം ഈ ഒരു കിച്ചു ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ചെന്ന് അതെല്ലാം സോൾവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് ഇവരെ വിട്ടയച്ചെങ്കിൽ പോലും ഇവരെ ബൈക്ക് ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. എന്തുകൊണ്ട് ഇപ്പോൾ 2 വർഷത്തോളം എന്തുകൊണ്ട് കിച്ചു ഇതുവരെ ആ ഒരു ബൈക്ക് തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നില്ല? അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പം ഫൈൻ അടച്ചിട്ടാണ് അവർ ഇറങ്ങിയത്, എന്നിട്ട് പോലും ഇതേ കണക്ക് അത് വിട്ടു നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ ചില കാര്യങ്ങളുണ്ട്. അതൊന്നും പല കാര്യങ്ങളും എനിക്ക് തുറന്നു പറയാൻ താല്പര്യമില്ല, അങ്ങനെ പറയാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുമില്ല. അവനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കണം എന്ന് തോന്നുന്നില്ല. ഞാനും അവനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ അവൻ ഇതുപോലെ തെറ്റുകളൊക്കെ ചെയ്തിട്ട് മൊത്തം രേണുവിനെതിരെ കുറ്റങ്ങൾ പറയുമെന്ന് പറഞ്ഞാൽ അത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് എന്നുള്ളൊരു കൂടിയായിരുന്നു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിഷപ്പ് ആ ഒരു അവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കേട്ടാൽ തോന്നുക ഇതേ കണക്ക് ബൈക്കിൽ എന്തോ ഒരു ലഹരി എന്തോ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പോലീസ് ഇതേ കണക്ക് വിട്ടു നിൽക്കാത്ത എന്നുള്ള രീതിയിലാണ് ഈ ഒരു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് മൊത്തത്തിൽ തുറന്ന് പറഞ്ഞില്ല, എനിക്കത് കംപ്ലീറ്റ് തുറന്ന് പറയാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതേ കണക്ക് രേണുവിനെ ഇതേ കണക്ക് ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ ഇടയാവുന്നത്. ആവശ്യമില്ലാതെ അവരെ വെയ്യാതിരിക്കുന്ന അവരെ എന്തിനാണെന്ന് ബുദ്ധിമുട്ടിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ലൈവ് പബ്ലിക്കായിട്ട് വന്നിട്ടല്ല പറയേണ്ടത്, അതൊക്കെ അവർ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പകരം ഇതുപോലെ ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് തോന്നി. എന്തായാലും ഇനിയും കിച്ചു ഇതേ കണക്ക് വീഡിയോ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണോ തുറന്ന് പറയാനുള്ളത് തുറന്ന് പറയും. കിച്ചു ഉണ്ടെങ്കിൽ കിച്ചു പഠിച്ച് ജോലി ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കും, അല്ലാതെ ഇതുപോലല്ല മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയല്ല ചെയ്യേണ്ടതെന്നാണ് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.